അള്ളാഹുവിൻ്റെ മനോഹരമായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് മത്തീന് എന്നത്. പ്രബലനായവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. പരിശുദ്ധമായ ഖുർആനിൽ ഒരു പ്രാവശ്യമാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 500 എല്ലാ നിലക്കുള്ള സമ്പൂർണമായ ശക്തിയും ഉള്ളവൻ, അവനോട് നേരിടാനോ അല്ലെങ്കിൽ അവനോട് തുല്യ ശക്തിയുള്ള രൂപത്തിലാകാനോ ആർക്കും സാധിക്കുകയില്ല. ആ നിലക്ക് സർവ സമ്പൂർണമായ ശക്തിയുമുള്ളവൻ. അള്ളാഹുവിൻ്റെ ഖുവ്വത്തിൽ ഒരിക്കലും ബലഹീനത വന്നു ചേരുകയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ ആർക്കും തടസ്സം സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവാണ് എല്ലാത്തിനേക്കാളും മികച്ചു നിൽക്കുന്നവൻ. അള്ളാഹുവിനോട് തുല്യനാകാനോ അള്ളാഹുവിൻ്റെ മേൽ മികച്ചു നിൽക്കാനോ മറ്റൊന്നിനും കഴിയുകയില്ല. അള്ളാഹുവിൻ്റെ ഖുവ്വത്തിൽ എന്തെങ്കിലും കാരണങ്ങളിലേക്കോ വസ്തുക്കളിലേക്കോ അള്ളാഹുവിന് ആവശ്യമില്ല. എല്ലാ ഖുവ്വത്തിൻ്റെയും ഖുദ്റത്തിൻ്റെയും വിഷയത്തിൽ അങ്ങേ അറ്റത്ത് എത്തിയവനാണ് അള്ളാഹു. ഈ നിലക്കൊക്കെ മത്തീന് എന്ന ഇസ്മിന് പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. മത്തീന് എന്ന ഇസ്മ് മത്താനത്ത് എന്ന പദത്തിൽ നിന്ന് ഉണ്ടായതാണ്. അൽ ഖുവ്വത്തു വശിദ്ദത്തു, കഴിവും ശക്തിയും ഉള്ളവൻ എന്നൊക്കെ ഇതിന് അർത്ഥം പറയാം. വളരെ ദൃഢമായ നിലക്കുള്ള ശക്തിയായ നിലക്കുള്ള ഖുവ്വത്തുള്ളവൻ. അള്ളാഹുവിൻ്റെ ഓരോ അസ്മിലും ഓരോ തീരുമാനത്തിലും അള്ളാഹു അങ്ങേയറ്റം ശദീദാണ്, ശക്തിയുള്ളവനാണ്. അള്ളാഹുവിൻ്റെ ഖുവ്വത്ത് ഒരിക്കലും ചുരുങ്ങിപ്പോവുകയോ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് ബലഹീനമായി പോവുകയോ ഇല്ല. ഈ രൂപത്തിലൊക്കെ മത്തീന് എന്നതിന് വിശദീകരണം പറഞ്ഞ പണ്ഡിതന്മാർ ഉണ്ട്. മത്തീന് എന്നതും സിഫത്തുൻ ദാത്തിയത്താണ്, ദാത്തിയായ സിഫത്താണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദാത്തിൽ എപ്പോഴും ഉണ്ടാകൽ നിർബന്ധമായ വിശേഷണമാണത്. അള്ളാഹുവിനെക്കുറിച്ച് ഒരാൾ അള്ളാഹുവാണ് മത്തീന് എന്ന ഉത്തമ ബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മറ്റൊരു വസ്തുവിനെയും അവൻ പേടിക്കുകയില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അവൻ അള്ളാഹുവിൻ്റെ മേലിൽ ഇഅ്തിമാദ് ചെയ്യും, ഊന്നൽ നൽകും. അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തിയുടെ മേലിൽ ഒരിക്കലും അവൻ്റെ മനക്കരുത്ത് തന്നെ കെട്ടുപെടുകയില്ല എന്നാണ്. ഈ മത്തീൻ എന്ന ഇസ്മുമായിട്ട് താല്ലുക്ക് ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്? സർവകാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ മേലിൽ ഇഅ്തിമാദ് ചെയ്യുക, ചാരണം കൊള്ളുക. എല്ലാത്തിനും എൻ്റെ റബ്ബായ അള്ളാഹു ഉണ്ട് എന്ന ആ ഒരു ഉറച്ച സത്യമായ വിശ്വാസത്തിൻ്റെ മേലിൽ നിലകൊള്ളുക.
ഈ രൂപത്തിലാണ് ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തേണ്ടത്. ഈ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. അവൻ സ്വയം ശക്തിയുള്ളവനായി മാറണം. അവൻ്റെ ശരീരത്തിൻ്റെ മേലിൽ, അവൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകളുടെ, ആഗ്രഹങ്ങളുടെ മേലിൽ അവൻ ശക്തിയുള്ളവനാവുക. സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്താൻ, ശരീരത്തിൻ്റെ ഇച്ഛകളെ കീഴ്പ്പെടുത്താൻ അവന് സാധിക്കുക. അതുകൊണ്ട് തന്നെ അവൻ്റെ ശരീരത്തിനോ അവൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്കോ ഒരിക്കലും അവനിൽ മാറ്റം ഉണ്ടാക്കാൻ ഒരിക്കലും സാധ്യമാകാത്ത രൂപത്തിൽ അവൻ ആയി മാറലാണ് ഈ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ്. കവിയ്യ് എന്നതിന് സമ്പൂർണമായ കുദ്റത്ത് എന്ന് നമ്മൾ അർത്ഥം പറയുമ്പോൾ, മത്തീന് എന്നതിന് സമ്പൂർണമായ കുവ്വത്ത് എന്നാണ് അർത്ഥം. കുദ്റത്ത് സമ്പൂർണമായവൻ കവിയാണ്. എന്നാൽ ആ കവിയാവുക എന്ന അവസ്ഥ സമ്പൂർണമാകുമ്പോൾ അവൻ മത്തീനാകുന്നു. ഈ നിലക്ക് ഈ ഇസ്മിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ ഉണ്ട്. ചില പണ്ഡിതന്മാർ കുദ്റത്തിനും മത്താനത്തിനും, അഥവാ കവിയാവുക എന്നതിനും മത്തീനാവുക എന്നതിനും തമ്മിലുള്ള വ്യത്യാസം അവർ പറഞ്ഞത്, കുദ്റത്ത് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മറ്റു വസ്തുക്കളിൽ ചലനമുണ്ടാക്കലിനെ ഏറ്റെടുക്കുക എന്നാണ്. എന്നാൽ മത്താനത്ത് എന്നാൽ, മത്തീനാവുക എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നിൽ നിന്ന് ഒരു അസറിനെ ഉണ്ടാക്കലിനെ സ്വീകരിക്കാതിരിക്കുക, അതിൽ മറ്റു വസ്തുക്കൾ വ്യത്യാസം വരുത്താൻ സാധ്യമാകാത്ത രൂപത്തിൽ സമ്പൂർണത നേടിയത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹാന്മാർ പഠിപ്പിക്കുന്നത്, ഇത് ധാരാളമായി ചൊല്ലുമ്പോൾ തീർച്ചയായും ഇത് ചൊല്ലുന്നവന് അങ്ങേയറ്റത്തെ കുവ്വത്ത് പ്രകടമാകും എന്നാണ്. തൻ്റെ കുവ്വത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിക്കുന്ന ആളുകൾ ഇതിനെ ധാരാളമായി ചൊല്ലുന്നത് നല്ലതാണ്. തന്നിൽ ബലഹീനത സംഭവിച്ച് തൻ്റെ ശക്തിയൊക്കെ നഷ്ടപ്പെടുമോ, എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന രൂപത്തിൽ തളർന്നു പോകുമോ എന്ന് ഭയപ്പെടുന്നവരൊക്കെ ഇതിൻ്റെ അബ്ജദീയത്ത് പ്രകാരം ചൊല്ലിയാൽ വലിയ ഫലം ഉണ്ട് എന്നാണ്. അതുപോലെ തന്നെ പല സ്ത്രീകളിലും പാലില്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. താൻ പ്രസവിച്ച കുഞ്ഞിന് പാല് കൊടുക്കാൻ വരെ തികയാത്ത ആ ഒരു രൂപത്തിലുള്ള സ്ത്രീകൾ ഇത് ധാരാളമായി ചൊല്ലുമ്പോൾ, അതുപോലെ തന്നെ ഭക്ഷണത്തിലൊക്കെ ഇതിൻ്റെ അബ്ജദീയത്ത് പ്രകാരം ചൊല്ലി മന്ത്രിച്ച ഭക്ഷണമൊക്കെ അവർ ആഹരിക്കുമ്പോൾ കൂടുതൽ പാലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ.